എനിക്ക് സാറില് ഭയങ്കര ട്രസ്റ്റ് വരാനും ആ ഒരു ഓപ്പൺനെസ് വരാനും ഒരു സാഹചര്യം ഉണ്ട് എന്റെ ജീവിതത്തിൽ. കാരണം ആദ്യകാലത്ത് ഞാൻ ജസ്കാന്റെ കൂടെ ഇവിടെ കണ്ണൂർ ജീവിക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ആദ്യകാലത്ത് ജസ്കയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ജസ്കാനെ കാണുന്ന എന്താ പറയുക, സാർ എന്ന സ്ഥാപനത്തിന്റെ ഓണർ. എനിക്ക് ക്ലാസ്സിന് വരുമ്പോ എന്റെ ഗുരു, ട്രെയിനർ, എവറിത്തിങ് ഇസ് ഓക്കെ. പക്ഷെ എന്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഓണർ എന്ന രീതിയിൽ സാറിന് ഞാൻ, മൊയിനു സാറിന് ഒരുപാട് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, സാറിനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. അതെനിക്ക് നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അവിടുന്നാണ് എന്റെ വൺ ഓഫ് ദ ടേണിംഗ് പോയിന്റ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ജസ്കാരെ കാണുന്നത് ഒഫീഷ്യൽ വർക്കുമായിട്ട്, അല്ലെങ്കിൽ മാനേജ്മെന്റ് വർക്ക്, സക്സസ് വാലിയുടെ മാനേജ്മെന്റ് വർക്കുമായിട്ട് അസ്വസ്ഥനായി, എപ്പോഴും അസ്വസ്ഥതയോടെ, ടെൻഷൻ അടിച്ച്, സ്ട്രെസ് അടിച്ച്, വിഷമിച്ച് പ്രയാസപ്പെടുന്ന ഭർത്താവ്. ഞങ്ങളുടെ ലൈഫിലെ ഒരുപാട് നല്ല ഹാപ്പിനെസ് ആയ മൊമെന്റുകൾ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്യാണ്, ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല. എവറി ടൈം വർക്ക് ചെയ്യുക, കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുത്താൻ അങ്ങ് രാത്രി വരെ ഇരിക്കുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോഴും സുഖമില്ല. എവറി ടൈം അസ്വസ്ഥനായ ഒരു വ്യക്തിനെ ഇതിങ്ങനെ കാണുകയാണ് ഞാൻ. അപ്പൊ എനിക്ക് ചിന്തിക്കണം, എന്റെ ജീവിതം പോയി, കട്ടപ്പുക. ഞങ്ങൾ തമ്മിൽ ക്ലാഷുകൾ വരും, ടൈം സ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾ തമ്മിൽ ക്ലാഷുകൾ സംഭവിച്ചു തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ ചിന്തിക്കണം, ഈ സക്സസ് വാലിയിൽ വന്നതുകൊണ്ട് ഇങ്ങനെ ആയി, സക്സസ് വാലിയിൽ ജോലി ചെയ്തതുകൊണ്ട് ഇങ്ങനെയായി. ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരെയും ഞാൻ തെറ്റിദ്ധരിക്കുന്നത് മൊയിനു സാറിന്. എനിക്ക് ഭയങ്കര വിഷമവും ദേഷ്യവും പ്രയാസവും. ഹിറ്റ്ലർ എന്നാണ് എന്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. അപ്പോഴായിട്ട് ഷെയർ ചെയ്യണം. അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. ആദ്യം പുലിയായിരുന്നു, അവിടുന്ന് മാറി. പിന്നെന്താണ്, ഹിറ്റ്ലർ പോലത്തെ ഒരു സ്ഥാപനത്തിന്റെ ഓണർ. കാരണം എന്റെ ഭർത്താവ് ഒരു ജോലി കൊടുത്ത് കഷ്ടപ്പെടുത്ത ഇയാൾക്കാണ്, ഈ കഷ്ടപ്പെട്ട് അസ്വസ്ഥനായി വിഷമിച്ച് വേദനിക്കുന്നത് കാണുകയാണ്. അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, അനുഭവിക്കുകയും ചെയ്യുന്ന ഞാൻ എന്ത് ചെയ്യാണ്, അങ്ങേയറ്റം തകർന്നു പോവാണ്, തളർന്നു പോവാണ്. ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഇല്ലാതാവാണ്, ഹോപ്പ് ഇല്ലാതാവാണ്, മുന്നോട്ട് പോവാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. ഇത് നിരന്തരം കാണാൻ തുടങ്ങി. നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് അത് തിരിച്ചു വരാൻ തോന്നൂല. കണ്ണൂരിലേക്ക് നിങ്ങൾ ഓർക്കണം, ഈ മൊയിനു സാറിന്റെ അടുത്തൊക്കെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന, നിങ്ങൾ ഒരുപാട് ബഹുമാനിക്കുന്ന, നിങ്ങളൊക്കെ എന്തായാലും ശാലക്കും ജെസിക്കനൊക്കെ ഭാഗ്യമെന്ന് പണ്ടൊക്കെ പറയുമ്പോ, ഇതിലൂടെ കടന്നു പോകുമ്പോ എന്താപ്പത്, ഞങ്ങൾക്കല്ലേ ഞങ്ങളുടെ ലൈഫ് അറിയുള്ളൂ എന്ന് ചിന്തിച്ച മൊമെന്റ് ഉണ്ട്. ഇവർക്കൊന്നും പറയില്ലല്ലോ. എങ്കിൽ ഞാനൊന്നും പറയില്ല. കുടുംബക്കാര് തെറ്റിദ്ധരിച്ചു, ഉമ്മ തെറ്റിദ്ധരിച്ചു, ഫാമിലി തെറ്റിദ്ധരിക്കുകയാണ്. കാരണം തിരിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ്, സ്കൂൾ കുട്ടികളുണ്ടല്ലോ സ്കൂൾക്ക് പോകുമ്പോ കരയുന്നേ, ഇതുപോലെ തിരിച്ചു പോവാൻ റെഡി ആവില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഭർത്താവിന് ജോലി വേണ്ടേ, നല്ലൊരു ജോലി തേച്ചും പോകുന്നത്. എല്ലാം ബാക്ക്ഗ്രൗണ്ട് ചർച്ച നടക്കണ ഫാമിലിന്ന്. നല്ല ജോലി ഇട്ട് അവൻ പോയി. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് എന്ന് ചർച്ച നടക്കുമ്പോ ഒരു ദിവസം ഒരു ബേസിക് ക്ലാസ് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ എന്റെ ഉള്ളിൽ തിളക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ബേസിക് ക്ലാസ് കഴിഞ്ഞിട്ട് സാറിനെ റൂമിലേക്ക് ആക്കാറുള്ളത് നമ്മളാണ്, വണ്ടിയിൽ, കാറിൽ. അന്ന് ഫോക്കസ് മോളിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഫോക്കസ് മോളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സാർ ഓപ്പോസിറ്റ് ഇരിക്കുന്നു, ഞാനും ജെസിക്കയും ഇരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് ബ്ലാസ്റ്റ് ഔട്ട് ചെയ്തു. അതുവരെ അമർത്തി വെച്ച ദേഷ്യവും വിഷമവും സങ്കടവും തെറ്റിദ്ധാരണകളും, ഹിറ്റ്ലറിനെ പോലെ പേടിയാണ്. ബിക്കോസ് സാറിനോട് ഇത് തുറന്ന് ചോദിക്കാനുള്ള ധൈര്യമല്ല, ഞാനതിവിടെ വർക്ക് ചെയ്യുന്നില്ല, ഞാനിതിനെങ്ങനെ ബിഹേവിയർ ആണ് കാണുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, സക്സസ് വാലിയിലെ വർക്ക് ഈസ് ഈക്വൽ ടു സ്ട്രെസ്, അസ്വസ്ഥത, വിഷമം, പ്രയാസം, കഷ്ടപ്പാട്, എന്താണ്, കഷ്ടപ്പെടുത്താണ്. സർ ഈസ് ഈക്വൽ ടു ഹിറ്റ്ലർ. സോ ഞാൻ കരഞ്ഞു പോവാണ് സാർ. അങ്ങ് കരഞ്ഞു പോയി. പിന്നെ അങ്ങ് തുറന്ന് പറയാണ്. സാർ ഇങ്ങനെ പറഞ്ഞു, സാർ ലൈഫ് എനിക്ക് ആകെ സങ്കടം, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല, എന്താന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഇങ്ങനെ പറയാണ്. പക്ഷെ ആ പറഞ്ഞപ്പോണ്ടല്ലോ, കംപ്ലീറ്റ് പറയാനുള്ള ഒരു പെർമിഷനാണ് തന്നത്. സാധാരണ നമ്മളെ പറയാൻ സമ്മതിക്കുക, ആരെ കുറിച്ചാ പറയുന്നത്, സാറിനെ കുറിച്ച് പരാതി പറയാണ്. ആരെങ്കിലും സമ്മതിക്കോ, സ്ഥാപനത്തിന്റെ ഓണർ സമ്മതിക്കോ, കംപ്ലീറ്റ് പറയാം. കംപ്ലീറ്റ് കരയാനുള്ള പെർമിഷൻ തരികയാണ്. ഫോക്കസ് മാളിൽ ഫുഡ് കഴിക്കുമ്പോൾ സറൗണ്ടിങ്ങിൽ ആളാണ്. എനക്കൊരു അപ്പുറം കാണും, വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ് കംപ്ലീറ്റ് തുറന്ന് പറയണം വന്നിട്ട്. ആദ്യമായിട്ട് സാർ അടുത്ത് ഓപ്പൺ ആവുന്നത്. അതിന്റെ മുന്നൊക്കെ പരാതിയായിട്ട് ചെന്നിട്ടുണ്ട് സാർ അടുത്ത്, സാർ എന്റെ പേടി മാറിയിട്ടില്ല, അങ്ങനെ ആയിട്ടില്ല, ഇങ്ങനെ ആയിട്ടില്ല എന്നൊക്കെ ഇയേഴ്സ് ബാക്ക് പോയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഞാൻ ഉള്ളു തുറന്ന് എന്താണ് ഓപ്പൺ ആവുക, കംപ്ലീറ്റ് കേട്ടിട്ട്
മണിയായിട്ട് ഈച്ച് ആൻഡ് എവറി പോയിന്റ് പിന്നെ സർ എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്താണ് ഈ ഓഫീസിൽ നടക്കുന്നത്, എന്താണ് ഇവിടുത്തെ വർക്ക്. ടിഎസ് ആരോടാ പറയുന്നത്? ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തിനുണ്ടോ? എന്റെ മുന്നിൽ അന്ന് ഇരുന്ന സർ എന്ന് പറയുമ്പോ അത്രത്തോളം താഴ്മയോട് കൂടിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിനും നിഷേധിച്ചിട്ടുണ്ടായിരുന്നില്ല. വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്, ഒരു നിഷേധാത്മകമായ മെന്റൽ സ്റ്റേറ്റും അല്ല. ഫുള്ള് പിന്നെ എനിക്ക് ഇവിടുത്തെ വർക്കുകൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്. എന്തുകൊണ്ടാണ് ജസ്കാക്ക് ഇത് സംഭവിക്കുന്നത് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ. ജസ്കാനെ സംബന്ധിച്ചിടത്തോളം അന്ന് എനിക്ക് ക്ലിയർ ചെയ്ത് തരിക. ജസ്കാനെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിന്റെ ഒപ്പം രണ്ടാമത്തെ ജോലി വരും. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഭയങ്കര നേരത്തെ ഞാൻ പറഞ്ഞത് ഭയങ്കര ഫിയർ ആയിരുന്നു. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുക. കാരണം ചൈൽഡ്ഹുഡിൽ കിട്ടിയ ഒരുപാട് ട്രോമകളുണ്ട്. ജസ്കാന്റെ ചൈൽഡ്ഹുഡ് എനിക്കറിയാം. ചൈൽഡ്ഹുഡിൽ സംഭവിച്ച ഒരുപാട് വിഷയങ്ങൾ കാരണം ആണിത്. എന്നാൽ ഈ ഓഫീസിൽ എന്തൊക്കെയാ വർക്ക്? അത് ഒരു വർക്കിന്റെ കൂടെ ഓഫീസിൽ ഒരു വർക്കാണ് ഡിയാസ് ഉണ്ടാവുക, രണ്ടുണ്ടാവില്ലേ, മൂന്നുണ്ടാവില്ലേ, നാലുണ്ടാവില്ല, 5, 30 വർക്ക് ഉണ്ടാവില്ലേ? പക്ഷെ എന്തായിരുന്നു സംഭവിക്കുന്നത്? കംപ്ലീറ്റ് വർക്കുകൾ ഇതാണ്. ഈ ഒരു വർക്ക് ചിലപ്പോ ഒരു വർക്കേ ഉണ്ടാവുള്ളൂ. ആ ഒരു വർക്കാണ് രാത്രി വരെ ആവുന്നത്. ബിക്കോസ് ഓഫ് ഈ അസ്വസ്ഥത കാരണം നീണ്ടു പോവാണ്. എനിക്ക് കംപ്ലീറ്റ് അങ്ങ് വ്യക്തമാവുകയാണ്. അതും എങ്ങനെയാണെന്നറിയോ? ഇപ്പൊ നിങ്ങളെ മുന്നിൽ പറയുന്ന പോലെ ഓരോന്നും പറഞ്ഞു തരികയാണ്. എന്തിന്റെ ആവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റാഫിന്റെ ഭാര്യയല്ലേ, അതിന്റെ ആവശ്യമുണ്ട്. എത്രത്തോളൊക്കെ ടൈം എനിക്ക് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യാൻ. എങ്ങനെ സ്പെൻഡിങ്? ഒന്ന് എന്താണ് ജസീക്കിന്റെ വർക്ക്? കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും വഷളാവരുത്. അതാണ് സാറിന്റെ മെയിൻ ഇന്റൻഷൻ. അല്ലെങ്കിൽ ഞാൻ തെറ്റിദ്ധരിക്കണം, ഈ മനുഷ്യനെ കൊണ്ട് കടങ്ങാറ്, ഇയാള് എപ്പോഴും ഇങ്ങനെ ഒരു തളർന്ന് തരിപ്പണായി കിടക്കുക, എന്റെ ജീവിതത്തിന് ഒരു അർത്ഥമല്ല, ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ ജീവിതം എന്തിനാ മുന്നോട്ട് പോണത്, ഇനി എന്താവും എന്റെ ലൈഫ്? എന്റെ ജീവിതമാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിലാണ് ഇടപെട്ടിട്ടുള്ളത്. ആ സമയത്ത് കംപ്ലീറ്റ് ഇടപെട്ടതിന് ശേഷം ആ മൊമെന്റിലാണ് എനിക്ക് ഈ വ്യക്തി സാറിന്റെ അടുത്തൊരു വല്ലാത്തൊരു മറ നീക്കപ്പെടുന്നത് എന്റെ മുന്നിൽ. അതുവരെ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ട മറ, ഇയാൾ എന്തൊരു ക്രൂരൻ, ഇയാളൊരു ഈഗോയിസ്റ്റിക്. ചിന്തിച്ചിട്ടുണ്ട് ഡിയസ്, ഈഗോ ആണ് സാറിന് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ. വല്ലാത്തൊരു ഈഗോ ഉള്ള മനുഷ്യൻ. ഞാൻ ഇങ്ങനെ സിഗ്സാഗ് ചെയ്തിട്ടാ പറയുന്നത്. ആദ്യത്തെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. അന്ന് വലിയൊരു ഇരുട്ടിന്റെ മറ എന്റെ മുന്നിൽ നീക്കപ്പെടുകയാണ്. വല്ലാത്തൊരു ഓപ്പൺനെസ് കിട്ടണം സാറിലേക്ക്. അത്രത്തോളം താഴ്മയോട് കൂടിയിട്ട് എന്നോട് സംസാരിച്ചത്, വിനയത്തോട് കൂടിയിട്ട്. അന്ന് മുതൽ പിന്നെ ജസ്ക എന്തെല്ലാം കളി കളിച്ചിട്ടുണ്ടെങ്കിൽ, കളി എന്ന് ഞാൻ പറയുമ്പോ ഇൻവെർട്ടർ കോമയാണ്. അന്നത്തെ മെന്റൽ അസ്വസ്ഥതകൾ കാരണം ഉത്തരവാദിത്തം വരുമ്പോ അത് ഏറ്റെടുക്കാനുള്ള ആ റിസ്ക് ഏറ്റെടുക്കാനുള്ള പേടി. പിന്നീട് എന്ത് ചെയ്യാണ്? സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. എപ്പോ ഇവിടുന്ന് സ്കിപ്പ് ആവണമെന്ന് ചെയ്തോളൂ, ഞാൻ വരില്ല അങ്ങോട്ടും. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. സക്സസ് വാല്യൂ വൈ? എനിക്ക് ഇതിന്റെ എനിക്കത് കണ്ണു തുറന്നു. എന്താണ് ഇതിന്റെ പിന്നിലെ ഇന്റൻഷൻ? അന്ന് മുതൽ പിന്നെ പലവട്ടം ജസ്കാക്ക് അസ്വസ്ഥത വന്ന് ഓടാൻ ശ്രമിക്കുമ്പോഴും സമ്മതിച്ചിട്ടില്ല. ജസ്ക എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ ഒരു സക്സസ് വാല്യൂ, എൻ്റെ ഒരു സ്റ്റോറി. പക്ഷെ എനിക്കറിയായിരുന്നു ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആവുകയാണ്, ഇതിന്റെ പിന്നിലുള്ള ജേണി. കാരണം അന്ന് സർ ഓപ്പൺ ആയത്. പിന്നീട് ഓരോ തവണ ജസ്കക്ക് പല ഇമോഷൻസ് വന്ന് വർക്ക് ചെയ്ത് തളർന്ന് സ്റ്റക്ക് ആവണം. ഓരോ മൊമെന്റ് സാറ് വീട്ടിൽ വരുന്നു, മീറ്റിംഗ് ഓടുന്നു. അന്ന് എന്റെ വായിന്ന് വീണിട്ടുണ്ട് ജസ്കാന്റെ അടുത്ത്. ഈ കാരണം മാനേജ്മെന്റ് വർക്ക് ഉണ്ടായപ്പോ ജസ്ക ഒരുപാട് തകർന്ന്, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല, എന്നെ കൊണ്ട് ഒരു കഴിവൂല, എന്നെ കൊണ്ട് ഇതിന് കഴിയൂലെന്ന് തളർന്ന് കിടക്കുന്ന ഒരു ഭർത്താവിനെ കാണുമ്പോ എന്താ ഫീൽ ചെയ്യാം? എന്റെ സ്വഭാവം അറിയാലോ, പെർഫെക്ഷൻ ആണ്, സ്മാർട്ടാണ്, എനിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു പോകണം. അപ്പൊ കാണുന്നതാണ് ഇതൊരുന്നിനും കൊള്ളാത്തൊരു മനുഷ്യൻ, ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യൻ എന്ന് തോന്നിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് നേർക്ക് നേരെ ഞാൻ. പക്ഷേ സാറ് വന്ന് എന്നോട് പറയുന്ന, നിരന്തരം എന്നോട് ജസ്കാട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു കഥ പറഞ്ഞു തരും. സ്ഥാപനത്തിന്റെ ഓണർ തന്നെയാണ് വരുന്നത്. എന്തിനാ വരുന്നത്? വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പല 3 ഡേ ബേസിക് കോഴ്സുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. വായ്, നാട്ടില് പോയിട്ട് തിരിച്ചു വരില്ല.
അപ്പൊ ഡേറ്റ് വർക്ക് ചെയ്യാൻ പറ്റാതെ ഡേറ്റ് മാറ്റി വെച്ച നിമിഷങ്ങളുണ്ട്. ഇവിടുത്തെ വർക്കുകൾ പലതും സ്റ്റക്കായി കിടന്നിട്ടുണ്ട്. ഞാൻ ജസ്കയിലേക്കല്ല വരുന്നത്, എന്നിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. സാറ് പറഞ്ഞൊരു കഥ ഉണ്ട് ജസ്കാനോട്. മീനില്ലേ, ഫിഷ്, മത്സ്യം, മീനിന് കടലിന്റെ ആഴങ്ങളിലേക്ക് ഓടിയിട്ടിറങ്ങാനാണുള്ള കഴിവുള്ളത്. അതിന്റെ ആഴങ്ങളിലേക്ക്, ആ വേരിലേക്ക്, അവിടെയുള്ള മുത്തും പവിഴവും ആ വേരിലേക്ക് ഇറങ്ങാനുള്ള കഴിവാണ്. പക്ഷിക്ക് പറക്കാനുള്ള കഴിവാണ്. പക്ഷിയായിട്ട് മീനിനെ കമ്പയർ ചെയ്തിട്ട് മീനൊരു കഴിവില്ല എന്ന് പറഞ്ഞ ഞാൻ വിട്ടി. ഞാൻ എന്നെ വിളിക്കാണ് ഇപ്പോ ഇൻവെർട്ടർ കോമയില്. പക്ഷി പറക്കും. പക്ഷിയെ പോലെ ഞാൻ മീനിനെ പറപ്പിച്ചാലോ? നീ ചത്തൂലേ? എന്നാൽ ആ മീൻ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന്, ആ ഇമോഷണൽ വേരുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇന്ന് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത്, അന്ന് ആ സാർ അത് അതിനെ അപ്രോച്ച് ചെയ്ത രീതിയാണ് ഡിയേഴ്സ്. തകർന്ന് തരിപ്പണായി കിടക്കുമ്പോഴും തരുന്നത് ഫുൾ പോസിറ്റീവ് അല്ലാതെ ഒന്നുമില്ല. ബിക്കോസ് അന്ന് ആദ്യമായിട്ട് ഫോക്കസ് മോളിൽ നിന്ന് സാറിന്റെ അടുത്ത് ഇത് ഓപ്പൺ ആയല്ലോ ഞാൻ. പിന്നീട് സാർ ഓരോ തവണ എന്നെ വിളിച്ച് ഓഫീസിൽ എന്ത് വർക്കും എന്ത് ഇത് വരും എല്ലാവരോടും ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യും. ഇന്നതാണ്, ഇങ്ങനെയാണ് ജെസിക്കയുടെ കാര്യം. വൈ? എന്തിന്? സാറ് തെറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ ബോധ്യപ്പെടുത്തിയിട്ട് ആളാവാനാണോ? സാറ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ചെയ്യാനാണോ? നോ. അതിന്റെ കാരണത്താൽ ഒരിക്കൽ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിള്ളല് വരരുത്. ലൈഫ് ഈസ് ഇമ്പോർട്ടന്റ്. ഈ കാലഘട്ടത്തിലാണെന്ന 7 ദിവസത്തെ ടൂർ പോയത് നമ്മൾ ഒരുമിച്ച്. പിന്നീട് എന്തായി, സാറോട് ഭയങ്കര ഓപ്പൺ ആയി ഞാൻ. കാരണം ഓരോ തവണ ബാലൻസ് ചെയ്യണേ. ഒരു പക്ഷിക്ക് പറക്കാൻ 2 ചിറക് വേണമെന്ന് പറഞ്ഞ പോലെ ജസീക്കിനെ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം ശാലനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാണ്, കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. ഇങ്ങനെയാണ് കേട്ടോ. എന്തിന്റെ ആവശ്യം ഭാര്യനെ വിളിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയാണ് കേട്ടോ എന്ന്. നമ്മുടെ മഹാഗുരു ആണ് ഈ സ്ഥാപനത്തിന്റെ ഓണർ. ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് അതിന് സ്പെൻഡ് ചെയ്യാം. സാർ ഒരുപാട് കാര്യങ്ങളില്ലേ? ബിക്കോസ് ലൈഫ് ഈസ് ഇമ്പോർട്ടന്റ്. അവിടെ സാറിന്റെ മുന്നിലുള്ള ജസീക്കിന്റെ ജീവിതം ഇമ്പോർട്ടന്റ് ആണ്. ജസീക്കിന്റെ കൂടെയുള്ള ശൈലന്റെ ജീവിതം ഇമ്പോർട്ടന്റ് ആണ്. ഓരോരുത്തരും ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തന്ന ഇമ്പോർട്ടന്റിലൂടെയാണ് എന്നെ പഠിപ്പിച്ചത്. ഓരോ തവണ പിന്നെ ജസ്റ്റ് ഡൗൺ ആവുന്ന സമയത്ത് ഒക്കെ ഞാൻ സാറിനെ മെല്ലെ വിളിക്കും, ഞാൻ റിപ്പോർട്ട് ചെയ്യും. പിന്നെ സാർ ഇങ്ങോട്ട് വരും, നമ്മൾ മീറ്റിംഗ്. വലിയൊരു പ്രശ്നമായിരിക്കും എനിക്ക് റിപ്പോർട്ട് ചെയ്യാണ്ടാവുക സാറിന്റെ അടുത്ത്, അല്ലെങ്കിൽ ജിസ്കാക്ക് വലിയൊരു പ്രശ്നമായിരിക്കും പറയേണ്ടത്. കാരണം എന്റെ സ്വഭാവം എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ പറഞ്ഞു തീർക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യമുള്ളത്. കാരണം ശ്രമിച്ചത് അങ്ങനെ കൊണ്ടുനടന്നോളും, ആരും അറിയിക്കാതെ സെൽഫായിട്ട് കൊണ്ടുനടന്നോളും, ആരും ഉപദ്രവിക്കാതെ കൊണ്ടുനടക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാർ അടുത്ത് പറയുന്നു, സാർ വരുന്നു, വലിയ എന്തോ ചർച്ച ചെയ്യാൻ പോയിരിക്കും. ബിക്കോസ് കമ്പനിയുടെ വലിയ നഷ്ടങ്ങള്, കമ്പനിക്കുള്ള വലിയ പ്രശ്നങ്ങൾ, എങ്ങനെ ഇതിനെ എന്താ റബ്ബേ ചെയ്യാന്നുള്ളതിനെ സാറ് വരുന്നു. ആ ചിരി ഉണ്ടല്ലോ, സുധീർ സാർ പറയുന്നത്, ആ ചിരി ചിരിച്ച് അപ്പോഴേ മെൽറ്റ് ആയി കഴിഞ്ഞു. പിന്നെ ഇതുപോലത്തെ ഓരോരോ സൊല്യൂഷൻ ആണ്. പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി നമ്മുടെ അകത്തുണ്ടെന്ന് സാർ ആദ്യമേ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ. അത് അനുഭവിച്ചറിയേണ്ടി വരും. എന്ത് പ്രശ്നം ഒഫീഷ്യൽ ആവട്ടെ, ഫാമിലിയിലാവട്ടെ വന്നാലും എന്തിനു സാറിന്റെ അടുത്ത് സൊല്യൂഷൻ? ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ. എന്താ നമ്മളൊന്ന് ഒളിച്ചോടാൻ സമ്മതിക്കും? അതിന് സമ്മതിക്കാതിരിക്കല്ല. എന്തിനു സൊല്യൂഷൻ? ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്ന്, ഈ വർക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അതിന് കഴിവുണ്ട്. സക്സസ് വാലി ഈസ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റി. ഒന്ന് ചെയ്യാൻ കഴിയാതെ തകർന്ന് തരിപ്പണായിട്ട് അവിടെ നിൽക്കുമ്പോ മറ്റൊരു അവസരം വരികയാണ്. ഒന്ന് ഓർത്തു നോക്കി. ഞാൻ ഓർത്തിട്ടുണ്ട്, ഇങ്ങനെയും തകർന്ന് തരിപ്പണായി കമ്പനിക്ക് ലോസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതിനാ വെച്ചുകൊടുക്കണത്. എന്നിട്ട് അടുത്ത അവസരം പറയാം ഇങ്ങനെ വലിയൊരു സംഗതി ഉണ്ട് പറഞ്ഞിട്ട് ആ പോസിറ്റീവ് പറഞ്ഞിട്ട് അതിലേക്ക് ഇടുക. ഈ കമ്പനി വളരണ്ടേ? സ്ഥാപനത്തിന്റെ ഓണർ അങ്ങനെ ചിന്തിക്കില്ല. ഇയാളോട് ഒഴിവാക്കി പവർഫുൾ ആയി അടുത്ത ആളെ കൊണ്ടുവന്നൂടെ? അങ്ങനെ വളർത്തി കൊണ്ടുവന്ന് ഇന്ന് ജസ്കാനെ കുറിച്ച് പറയുകയാണെങ്കിൽ സക്സസ് വാലിയുടെ കൗൺസിലിംഗിലേക്ക് നമുക്ക് ഡേറ്റ് കൊടുക്കാനില്ല. കൗൺസിലിംഗിന് ഡേറ്റ് കൊടുക്കാനില്ല. എന്നൊക്കെ വിളിക്കുക, എങ്ങനെയെങ്കിലും ശാല ഒരു ഡേറ്റ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മാം ഒരു ഡേറ്റ്. ആ കൗൺസിലിംഗിന്റെ റിസൾട്ട് അല്ലേ ആ മീനിനെ പോലെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് ഇത്തരത്തിൽ ഒരുപാടുണ്ട് ഡിയസ് പറയാൻ. ഒരുപാട്, ഒരു ദിവസം പോരെനക്ക്. എന്നാൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈച്ച് ആൻഡ് എവറി മൊമെന്റ് അനുഭവിക്കുന്ന ആസ്വാദനം വിത്ത് ഫാമിലി,
വിത്ത് പാരന്റ്സ് എവ്രി വൺ. അതിനും വേണം കുറച്ച് ദിവസങ്ങൾ.